പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ 2.1 പവർ ആംപ്ലിഫയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ Dtech ഓഡിയോസിൻ്റെ ഈ ഒരു XLR ടു നോർമൽ ഓഡിയോ സിഗ്നൽ കൺവേർഷൻ ബോർഡിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ 2.1 ആംപ്ലിഫയറിനെ പറ്റി പറയാം. അപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്. റീസെൻ്റ് ആയിട്ടല്ല, കുറച്ച് നാളായി അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ആംപ്ലിഫയർ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്ക്വയർ ബോക്സ്, അതായത് ഉത്സവത്തിന് വെക്കുന്ന പബ്ലിക് അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്വയർ ബോക്സിൽ കണക്ട് ചെയ്തിട്ടൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ആലോചിക്കുന്നതാണ് ആ ആംപ്ലിഫയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി. അതായത് അതിനകത്തുള്ള സബ് സെക്ഷൻ ഒഴിവാക്കി ട്രാൻസ്ഫോമർ മാറ്റി കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ഇട്ട് ആംബിയർ കൂട്ടി ചെയ്യിച്ചിട്ട് ആംപ്ലിഫയർ ഫുള്ളായിട്ടൊന്ന് അസംബിൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംപ്ലിഫയർ കംപ്ലീറ്റ് ആയിട്ട് ഡീഅസംബിൾ ചെയ്യുന്നത്, അതായത് ഫുൾ ഇളക്കിയിട്ട് വീണ്ടും അസംബിൾ ചെയ്യുന്ന വീഡിയോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് ഇടണോ അതോ ജസ്റ്റ് പുതുതായിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ മാത്രമായിട്ട് ഇട്ടാൽ മതിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ്, നമ്മളിപ്പം ഇളക്ക് ഡീഅസംബിൾ ചെയ്യുന്നു, അതിനകത്തേക്ക് ഓരോ ബോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മറ്റ് ടെക്നീഷ്യന്മാരോടൊക്കെ, മുതിർന്ന ടെക്നീഷ്യന്മാരോടൊക്കെ ചോദിച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് നേരത്തെ ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെല്ലാം പാർട്ട് ബൈ പാർട്ടായിട്ട് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇടുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് 2.1 ആംപ്ലിഫയറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ് വേണോ അതോ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് Dtech ഓഡിയോസിൻ്റെ ഈ ഒരു ബോർഡാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ Tek എന്ന് പറയുന്ന ചാനലിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ആംപ്ലിഫയർ മേക്കിങ്ങിൽ ആണ് ഞാൻ ആക്ച്വലി ഈ ഒരു ബോർഡ് കാണുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്ക് സെറ്റ് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് മിക്സർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആംപ്ലിഫയർ നോർമൽ RC ഇൻപുട്ട്, അതായത് നമ്മുടെ ഈ ഒരു 2.1 റിമോട്ട് കിറ്റിൻ്റെ നോർമൽ RC ഇൻപുട്ട് മാത്രമേ നമുക്ക് ആംബിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മിക്സർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മിക്സറുകളൊക്കെ നോർമലി നമുക്ക് XLR ഇൻപുട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫോണോ ജാക്ക് വഴിയുള്ള, അതായത് 6.35 mm സോക്കറ്റാണിത്. അതുവഴിയൊക്കെ ഉള്ള ഇൻപുട്ടായിരിക്കും നോർമലി വരിക. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ഇതുപോലെ ഈ പറഞ്ഞ പോലെ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക്. ഈ പറയുന്ന XLR ഇൻപുട്ടും അത് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഇൻപുട്ടും അതുപോലെ തന്നെ സ്പീക്കർ ഔട്ട്പുട്ടിന് നമ്മൾ സ്പീക്ക് ഓൺ സോക്കറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് Dtech ഓഡിയോസിൻ്റെ ഈ ഒരു ബോർഡിലേക്ക് തിരിച്ചു വരാം. അപ്പം ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പം Tek അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പം ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അത് അറിയാവുന്നവർക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരു ഓഡിയോ സിഗ്നൽ മാത്രമേ കൊടുക്കുക, അതായത് മോണോ ബോർഡാണിത്. ഇതും ഒരു മോണോ ബോർഡാണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ സ്റ്റീരിയോ ആയതുകൊണ്ടാണ് 2 ബോർഡ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അൺബാലൻസ്ഡ് ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അൺബാലൻസ്ഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ RCA കേബിളിൽ നിന്നൊക്കെ വരുന്ന ഇൻപുട്ടാണ് നമ്മുടെ അൺബാലൻസ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടും ഒരു ഓഡിയോ സിഗ്നലും ആയിരിക്കും നമുക്ക് വരുന്നത്. XLR ഇൻപുട്ട് വരുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ഇൻപുട്ട് ആയിരിക്കും വരുന്നത്. ഒരു ഹോട്ട്, ഒരു കോൾഡ്, ഒരു ഗ്രൗണ്ട് ആയിരിക്കും വരുന്നത്. അതിൽ ഒരു സിഗ്നലിൻ്റെ 180 ഡിഗ്രി ഔട്ട് ഫേസിലായിരിക്കും അടുത്ത സിഗ്നൽ വരിക. പിന്നെ ഗ്രൗണ്ടും ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോയ്സ് ഒക്കെ ക്യാച്ച് ചെയ്യുന്ന ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിലായിട്ട് വരാം. ഈ ഒരു ബോർഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ XLR ഇൻപുട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു XLR സോക്കറ്റിൽ ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അൺബാലൻസ്ഡ് ഇൻപുട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് USB മോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുക്കാം. അതല്ല എങ്കിൽ ഈ ഒരു ഫോണോ സോക്കറ്റിൽ നിന്നുള്ള കണക്ഷനാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ ഗ്രൗണ്ടും അത് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുക. ഈ ഒരു ട്രാക്ക് പോകുന്ന ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഇത് ഗ്രൗണ്ടാണ്, ഇത് ഗ്രൗണ്ടും ഇത് അതിൻ്റെ ഓഡിയോ സിഗ്നലുമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി അൺബാലൻസ്ഡ് ഇൻപുട്ട്. ഇപ്പോൾ ഈ ഒരു സോക്കറ്റ് മൈക്ക് സോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിരിക്കും ഗ്രൗണ്ട് വരുന്നത്. ഇത് രണ്ടുമാണ് അതിൻ്റെ സിഗ്നലുകൾ വരുന്നത്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെയാണ് അൺബാലൻസ്ഡ് ഇൻപുട്ടിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് XLR ഇൻപുട്ടിൻ്റെ കണക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു XLR സോക്കറ്റിൽ തന്നെ നമുക്ക് 1, 3, 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇതൊരു യൂണിവേഴ്സൽ കണക്ഷനാണ്. അപ്പോൾ എല്ലാ XLR സോക്കറ്റിലും ഇതേപോലെയാണ് കണക്ഷൻ വരുന്നത്. ഇതിൽ 1 എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഗ്രൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിൽ നോക്കുക. ഇവിടെ നമുക്ക് 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, 3 മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്, ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരു വയർ സോൾവ് ചെയ്തതിന് ശേഷം ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് ഇതിൻ്റെ കോമൺ ഗ്രൗണ്ട് വരുന്നത്. ട്രാക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിങ്ങനെ പോയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഗ്രൗണ്ട് തന്നെയാണ് നമ്മുടെ പവർ ആമ്പിലേക്കുള്ള ഔട്ടിൻ്റെ ഗ്രൗണ്ടും ഇത് തന്നെയാണ്.
ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് ഗ്രൗണ്ട് വരുന്നത്. ആ ട്രാക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ അൺബാലൻസ്ഡ് ഇൻപുട്ടിൻ്റെ അവിടുത്തെ ഗ്രൗണ്ടും വന്നു. അതേ ട്രാക്ക് തന്നെയാണ് നമുക്ക് വന്ന് ഈ സെൻറ്ററിലും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെഗ് 1 എന്നുള്ള ലെഗ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോൾഡ് കണക്ഷൻ ആണ് പറയുന്നത്. ഈ കോൾഡ് വയർ എന്ന് പറഞ്ഞെങ്കിൽ നോർമലി XLR സോക്കറ്റുകളിൽ വരുന്നത് തേർഡ് ലെഗാണ്, അതായത് ഈ പറയുന്ന സെൻട്രൽ ലെഗാണ്. അപ്പോൾ നോർമലി നമ്മൾ സെൻട്രൽ ലെഗ് വരുന്നത് കൂടുതലും ഗ്രൗണ്ട് ആണെന്നുള്ളതാണ് നമ്മൾ നോർമലി കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് ലെഗ് പറഞ്ഞ സെൻട്രൽ ലെഗ് എന്ന് പറയുന്നത് സെൻട്രൽ സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് കണക്ഷനാണ്. നെഗറ്റീവ് അല്ലെങ്കിൽ കോൾഡ് കണക്ഷനാണ്. അപ്പോൾ അത് ബാക്ക് എടുക്കുക. ഈ പറയുന്ന 3 എന്ന് പറയുന്ന ലെഗിൽ നിന്ന് വയർ സോൾഡർ ചെയ്തതിന് ശേഷം ഈ XLR ഇൻപുട്ടിൻ്റെ അവിടുത്തെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കണക്ഷനായി. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് ഒരു കണക്ഷൻ മാത്രമാണ്. അത് സെക്കൻഡ് പോർട്ടാണ്. ഇപ്പോൾ സെക്കൻഡ് പോർട്ടിലുള്ള ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് സിഗ്നലാണ്. പോസിറ്റീവ് സിഗ്നൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഹോട്ട് കണക്ഷനാണ്, ഹോട്ട് സിഗ്നലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ വയർ സോൾഡർ ചെയ്തതിന് ശേഷം പോസിറ്റീവ് തന്നെ ഇവിടെ നമുക്ക് മൈനസും പ്ലസും നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് മൈനസും പ്ലസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലസ്സിലേക്ക് നമ്മുടെ സെക്കൻഡ് ലെഗ് സോൾഡർ ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ലെഗ് ഇവിടെ സോൾഡർ ചെയ്യുക, തേർഡ് ലെഗ് ഇവിടെ സോൾഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് XLR ഇൻപുട്ടിൻ്റെ കണക്ഷൻ വരുന്നത്. ആ ഇൻപുട്ട് നമ്മളോട് കൊടുക്കുകയാണെങ്കിൽ മിക്സറിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നോയ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ള സിഗ്നൽ ഇവിടെ വരുന്നുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നേരെ ബഫർ സ്റ്റേജ് വഴിയാണ് നമുക്ക് പവർ ആമ്പിലേക്കുള്ള ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഇതിന് പവർ സപ്ലൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പവർ സപ്ലൈ വരുന്നത് -15 ഗ്രൗണ്ട് +15 DC വോൾട്ടേജ് ആണ് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോർമലി 12 ടാപ്പിംഗ് എന്തായാലും നമ്മുടെ ട്രാൻസ്ഫോമറിലുണ്ടെങ്കിൽ നമ്മൾ നോർമലി മിഡൊക്കെ കൺട്രോൾ വരുന്ന ഒരു ടോൺ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ 12 ആയിരിക്കും കൊടുക്കുക. അതിന് നമുക്ക് ഒരു ഡുവൽ പവർ സപ്ലൈയുടെ സെക്ഷൻ ആ ഒരു സ്റ്റേജിൽ തന്നെ കാണും, ടോൺ ബോർഡിൽ തന്നെ ഉണ്ടാവും. അതിൽ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് DC ആക്കിയതിന് ശേഷം നമുക്കൊരു 14.5 സംതിങ് വോൾട്ടേജ് നമുക്ക് DC കിട്ടും, പ്ലസും മൈനസും കിട്ടുന്നുണ്ട്. ആ സപ്ലൈ തന്നെ എടുത്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനുള്ള സപ്ലൈ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പവർ സപ്ലൈ ഇടാവുന്നതാണ്. +15 0 -15 എന്നുള്ള രീതിയിൽ നമുക്ക് ഡുവൽ സപ്ലൈ എടുക്കാവുന്നതാണ്. 12 DC ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള പവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് പവർ ആമ്പിലേക്കുള്ള കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്ലസും മൈനസും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഗ്രൗണ്ടാണ്, ഫസ്റ്റ് ഗ്രൗണ്ട്. ഇപ്പോൾ ഈ വരുന്നത് ഗ്രൗണ്ട്, ഈ വരുന്നത് പോസിറ്റീവ് സിഗ്നലാണ്, അതായത് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ട ഇത് നമ്മൾ നേരെ എടുത്ത് നമ്മുടെ കരോക്കെ ബോർഡിലോട്ടോ അല്ലെങ്കിൽ ടോൺ ബോർഡിലോട്ടോ കൊടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ബഫർ സ്റ്റേജ് വഴി കഴിഞ്ഞാൽ ഔട്ട്പുട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പം രണ്ട് ബോർഡിനും സെയിം കണക്ഷൻ തന്നെയാണ്, നമുക്കങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് Dtech ഓഡിയോസിൻ്റെ ഈ ഒരു XLR ടു നോർമൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. കണക്ഷൻസൊക്കെ വളരെ സിമ്പിളാണ്, ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതാണ് XLR സോക്കറ്റ്. അപ്പം XLR സോക്കറ്റിന് ഏകദേശം ഒരു 240 രൂപയാണെന്ന് തോന്നുന്നു. ഇതിന് 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനൊരു 90 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രൈസ് ഒരു സ്റ്റേജിൽ നമുക്ക് വരുന്നുണ്ട്, അടുത്ത സ്റ്റേജിലേക്ക് ഇത്രയും പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് പറയാനായിട്ട്. Dtech ഓഡിയോസിൻ്റെ ഈ ഒരു ബോർഡ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ബോർഡ് തന്നെയാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വീഡിയോ നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇടാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.